അങ്ങനെ ഓപ്പോയെ അവരുടെ നെക്സ്റ്റ് ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകണം. അതായത് ഇവരുടെ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഓപ്പോ പാഡ് എന്ന് പറയുന്ന മോഡലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഒരു എഡിഷൻ ആയിട്ടാണ് ഈ വരാൻ പോകുന്ന മോഡൽ എന്ന് പറയുന്നത്. അതായത് ഓപ്പോ പാഡ് 2 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ മോഡൽ നെയിമും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ ആ ഒരു ടൈം പീരീഡിലായിരിക്കും എന്നുള്ളതാണ് ഓപ്പോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് കുറച്ച് ലീക്ഡ് ആയിട്ടുള്ള, അതായത് ഏകദേശം നമുക്ക് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത്, അതുപോലെ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമ്മുടെ OnePlus ആ ഒരു ടാബ്ലറ്റ് ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളാണ് ഈ ഒരു ഓപ്പോയിൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഓപ്പോൻ്റെ ഫസ്റ്റ് ജനറേഷൻ മോഡൽ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു സിമിലർ ആയിട്ടുള്ള ഡിസൈൻ തന്നെയായിരിക്കും ഈ ഒരു മോഡലിൽ വരാൻ പോകുന്നത്. ഡിസൈനിൽ വലിയ ചേഞ്ച് കാര്യങ്ങളുണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പം ഓപ്പോൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലാർജ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അതായത് നമ്മുടെ പഴയ ജനറേഷനെക്കാളും അല്ലെങ്കിൽ പഴയ ആ ഒരു മോഡലിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതായത് 11 ഇഞ്ചിൻ്റെ ഒരു IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം ഡിസ്പ്ലേയിൽ പാനലിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ സൈസ് ഇച്ചിരി കൂടെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നല്ലൊരു റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് അപ് ടു 144 ഹെർട്സ് വരെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഡോൾബി വിഷൻ ഈ ഒരു സ്ക്രീനിൽ സപ്പോർട്ടറാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് HDR10+ ആയിട്ടുള്ള ആ ഒരു റേറ്റിംഗും ഈ ഒരു ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിത് MediaTekൻ്റെ ചിപ്സെറ്റാണ് വരുന്നത്. അതായത് MediaTek Dimensity 9000 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്കത് LPDDR5Xൻ്റെ റാം വേരിയൻ്റ് ആണ് വരുന്നത്. 8GB 12GB റാം വേരിയൻ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് 128GB സ്റ്റോറേജ് വേരിയൻറ്റും 256GB സ്റ്റോറേജ് വേരിയൻറ്റും നമുക്ക് ഈ ഒരു മോഡലിൽ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അതിനകത്ത് മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡലിൽ നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളും കിട്ടും എന്നുള്ളത് ഷുവറാണ്. അതുപോലെ നമുക്കിനകത്ത് നല്ലൊരു ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു മോഡലിൽ സപ്പോർട്ടഡ് ഉണ്ട്. ഇതിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് 950 mAh ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ നമുക്ക് 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഴയ വേർഷൻ്റെ ആ ഒരു ചാർജിങ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 8360 mAh ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ നമുക്ക് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ടായിരുന്നു. അപ്പം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി നമ്മുടെ ഈ ഒരു വരാൻ പോകുന്നത്, അതായത് പുതിയ മോഡലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഇവരുടെ UA ആയിട്ടുള്ള കളർ OS 13 ആണ് വരാൻ പോകുന്നത്. അതുപോലെ നമുക്ക് ഔട്ട് ഓഫ് ദി ബോക്സ് Android 13 കിട്ടുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. അപ്പം ആ ഒരു രീതിയിലാണ് ഇവരുടെ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ നമുക്ക് Wi-Fi 6 വരുന്നുണ്ട്, Bluetooth 5.3 വരുന്നുണ്ട്. അപ്പോൾ കണക്ടിവിറ്റി ഒക്കെ ബെറ്റർ ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റിയും കാര്യങ്ങളും നമുക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സിംഗിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരുന്നത് ഏതായാലും. അപ്പം ആ ഒരു രീതിയിലാണ് ക്യാമറയുടെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഓപ്പോ പാഡ് എയർ 2ൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഫുള്ളിലും പറഞ്ഞത് ഓപ്പോ പാഡ് എന്ന് മാത്രമാണ്, അതായത് ഓപ്പോ പാഡ് 2 എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് കൂടെ ഒരു വാല്യൂമുണ്ട്, അതായത് ഓപ്പോ പാഡ് എയർ 2 എന്നായിരിക്കും വരാൻ പോകുന്നത്, അതിൻ്റെ മോഡൽ നെയിമും കാര്യങ്ങളും. എന്തിനായാലും നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ലീക്ക് ആയിട്ടുള്ള ന്യൂസ് വെച്ച് പറയാനുള്ളത്. അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും വരുന്നതെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ജനറേഷനുകളിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയായിരിക്കും ഇത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ജനറേഷൻ നമുക്കൊരു 19,000 രൂപ തൊട്ട് ഒരു 25,000 രൂപ ബഡ്ജറ്റിലായിരുന്നു വരുന്നത്. ഞാൻ കറക്റ്റ് പ്രൈസ് ഓർക്കുന്നില്ല. എന്തിനായാലും അതൊരു മിഡ് റേഞ്ച് ആയിട്ടുള്ള ടാബ്ലറ്റ് ആയിരുന്നു. പക്ഷേ ഈ ഒരു മോഡൽ വരുമ്പോൾ കുറച്ചുകൂടെ സ്പെസിഫിക്കേഷൻ കൂടുന്നുണ്ട്. അതുപോലെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ചിപ്സെറ്റും കാര്യങ്ങളും അതുപോലെ നല്ലൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ നമുക്കൊരു പ്രീമിയം മിഡ് റേഞ്ച് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ടാബ്ലറ്റ് ആയിരിക്കും എന്നുള്ളത് ഓപ്പോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഏകദേശം ഒരു 20,000 രൂപ തൊട്ട് 25,000 രൂപ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ചിലപ്പം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ കൂട്ടിയിടാൻ ചാൻസ് ഉണ്ടാവും. അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടോ തീർച്ചയായിട്ടും കമൻറ്റ് ആയിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.